അപ്പൊ നോക്കിയോ, നമ്മള് മീഡിയൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. എന്താണ് മീഡിയൻ എന്ന് പറയുന്നത്? എന്താ മീഡിയൻ? മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒന്നാം തെറ്റിട്ട് മീഡിയൻ ഓഫ് അൺഗ്രൂപ്ഡ് ഡേറ്റ എന്നായിരിക്കും. മീഡിയൻ 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 ഓഫ് അൺഗ്രൂപ്ഡ് ഡേറ്റ. അൺഗ്രൂപ്ഡ് ഡേറ്റ. അൺഗ്രൂപ്ഡ് ഡേറ്റയുടെ മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒന്നുമില്ല, ഇപ്പൊ നമുക്ക് ഒരു ഒബ്സർവേഷൻ തന്നിരിക്കുകയാണ്. 3, 7, 3, 7, 8, 14, 17, 18, 22. ഇതിനകത്ത് മീഡിയൻ എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാം? നമ്മൾ നമ്പർ കൊടുക്കുന്നത് എത്ര നമ്പർ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. 7 നമ്പർ ഉണ്ട്. അപ്പം നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാ ഇവിടെ? നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാ? ഒബ്സർവേഷൻ എത്രയാ? നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാണ് ഇവിടെ? 7. 7 ഓഡ് ആണോ ഈവൻ ആണോ? ഓഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മീഡിയൻ ടേം, മീഡിയൻ കണ്ടുപിടിക്കാനല്ല, മീഡിയൻ ടേം കണ്ടുപിടിക്കാൻ. മീഡിയൻ എന്ന് പറയുമ്പോൾ എത്രയാണെന്നറിയോ? n/2th ടേം ആയിരിക്കും. അല്ല സോറി, n+1/2th ടേം ആയിരിക്കും മീഡിയൻ. 2th ടേം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇവിടെ നോക്കി, എല്ലാവരും നോക്കി. n എന്താ ഇവിടെ? ഇവിടെ ഇപ്പം n കണ്ടോ, n 7 ആണ് അല്ലേ? അപ്പം 7+1/2th ടേം. 7+1/2th ടേം എന്ന് പറയുമ്പോൾ എത്രയാ? 7+1/2th ടേം എത്ര? 8/2th ടേം. 8/2th അല്ല, അങ്ങനെ 8/2th ടേം അല്ലേ? 8/2th ടേം എന്ന് പറയുമ്പോൾ എത്രയാ? 4th ടേം ആണോ? 4th ടേം എന്ന് പറഞ്ഞു നോക്കി. ഇതിനകത്തെ 4th ടേം ഏതാ? 1, 2, 3, 4 കണ്ടോ? അപ്പം ഹിയർ 4th ടേം ഏതായിരിക്കും? ഹിയർ 4th ടേം ഈസ് എത്രയാ? 14. Therefore മീഡിയൻ എത്രയാ? മീഡിയൻ ഏതാ? മീഡിയൻ ഈസ് ഈക്വൽ ടു 14. ഐഡിയ കിട്ടുന്നുണ്ടോ? പറയണേ. കിട്ടുന്നില്ലേ പറയണം. അപ്പം അൺഗ്രൂപ്ഡ് ഡേറ്റ ആണെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എണ്ണിയിട്ട് ആ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡ് ആണെങ്കിൽ നമ്മൾ മീഡിയൻ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n+1/2th ടേം. ഓക്കെ, അപ്പം അത് n+1/2th ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ അല്ല മീഡിയൻ. n+1/2th എന്ന് പറയുമ്പോൾ അതിന്റെ ടേമാ കിട്ടുന്നത്. ആ ടേം എടുത്തിരുന്നു. ഇനി ഇത് തന്നെ ഇങ്ങനെ വന്നാലോ? അതിന് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ തന്നിരിക്കുന്നത് ഡിസോർഡർ ആയിട്ടാണ് തന്നിരിക്കുന്നെങ്കിൽ ഒന്നെങ്കിൽ അതിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്ത് എഴുതണം. ഇതിപ്പോ കൃത്യം അസെൻഡിങ് ഓർഡർ തന്നിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, വേറൊരെണ്ണം തരുവാണ് ഇപ്പം. അതായത് നോക്കിയോ, ഇത് തന്നെ നമുക്ക് 3, 7, 8, 14 നോക്കി. ഇത് തന്നെ നമുക്ക് 3, 7, 8, 3, 7, 8, 14, 17, 18, 22, 25. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോണം. ഇവിടെ ഇതാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ തരുവാണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാ? നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ 8 ആണോ? അങ്ങനെയാണെങ്കിൽ 8 ഈവൻ അല്ലേ? ഈവൻ ആണോ? n ഇവിടെ എന്തായിട്ട് എടുക്കേണ്ടത്? അപ്പം 8 ഈവൻ ആണെങ്കിൽ എന്താണെന്നിരിക്കും അറിയാമോ? മീഡിയം കണ്ടുപിടിക്കുക. മീഡിയം ടേം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ അറിയോ? n/2th ടേമിന്റെയും n/2+1 ടേമിന്റെയും ഇടയ്ക്ക്. ഓർത്തോണം, n+1/2 എന്നല്ല പറയുന്നത്, n/2+1 എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇത് രണ്ടും ഡിഫറെന്റ്. മനസ്സിലായോ? അപ്പൊ നോക്കിയോ, ഇവിടെ മീഡിയൻ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? മീഡിയൻ ടേം എന്തിന്റെ ഇടയ്ക്കല്ലായിരിക്കും? n/2th ടേമിന്റെയും n/2+1 ടേമിന്റെയും ഇടയ്ക്കായിരിക്കും എന്ത്? മീഡിയൻ. ഓക്കെ ആണല്ലോ? അപ്പം മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി മീഡിയൻ ടേം വിൽ ബി ബിറ്റ്വീൻ എന്താ? between n/2th term and n/2+1 ടേമിന്റെയും ഇടയ്ക്കായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കിയോ, അപ്പൊ ഇവിടെ n/2th ടേം ഏതാ? ഇവിടെ? അയ്യോ, ഒരു സെക്കൻഡ് നിങ്ങളെ.
ഇവിടെ കുഞ്ഞു നോക്കിയ ഇത് n/2th ടേം എട്ടാമത്തെ ടേം 8th ടേം അല്ലേ. n/2 പ്ലസ് 1th ടേം എന്ന് പറയുമ്പോൾ എത്രാമത്തെയാ? 8 പ്ലസ് 1th ടേം അല്ലേ, അതായത് 9th ടേം. അപ്പൊ 8th ടേമിന്റെയും 9th സോറി 8/2 ഓക്കെ. നോക്കി. അതായത് മീഡിയൻ ടേം എന്ന് പറയുമ്പോൾ ഏതിന്റെ ഇടയ്ക്കായിരിക്കും? n/2th ടേമിന്റെയും n/2th പ്ലസ് 1. ഇവിടെ നോക്കിയേ, ഇവിടെ n/2th ടേം ഏതാ? 8/2th ടേം അല്ലേ, അതായത് 4th ടേം ആണോ? ആണല്ലോ, 4th ടേം ആണോ? അതേപോലെ തന്നെ n/2 പ്ലസ് 1th ടേം ഏതാ? 8/2 പ്ലസ് 1th ടേം അല്ലേ, അതായത് 4 പ്ലസ് 1th ടേം. 4 പ്ലസ് 1th ടേം എന്ന് പറയുമ്പോൾ എത്ര? 5th ടേം. അതായത് 4th ടേമിന്റെയും 5th ടേമിന്റെയും ഇടയിലായിരിക്കും എന്ത് അപ്പം ഇവിടുത്തെ 4th ടേം ഏതാ? 4th ടേം ഏതാ നോക്കി. ഇപ്പൊ ഇതിനകത്തെ 4th ടേം ഏതാ? 1 2 3 4 14 ശരിയല്ലേ അല്ലേ? 5th ടേം ഏതാ? 1 2 3 4 5 17 ആണോ? ആണ്. അപ്പം ഇതിന്റെ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമോ? മീഡിയൻ അതിന്റെ ഇടയ്ക്കല്ലേ, അതിന്റെ ഇടയ്ക്കാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 14 പ്ലസ് 17 ഡിവൈഡ് ബൈ 2, അതായത് 31 ഡിവൈഡ് ബൈ 2. അപ്പൊ എത്രയാണ്? 16.5 അല്ല 15.5. ക്ലിയർ ആണെങ്കിലേ ആണെന്ന് പറയാമോ, അല്ലെങ്കിൽ അല്ലെന്ന് പറയാം. ഐഡിയ കിട്ടിയോ? നിരഞ്ജൻ കിട്ടിയോ? ഐഡിയ കിട്ടിയോ നിരഞ്ജൻ? സന കിട്ടിയോ? സന പറഞ്ഞേ. അതേപോലെ തന്നെ ദേവനാരായൺ, ആരോൺ. ഓക്കെ, നമുക്ക് രണ്ടാമത്തേത് നമുക്കൊരു ഫ്രീക്വൻസി ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മീഡിയൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. ഇതിപ്പോ അൺഗ്രൂപ്ഡ് ഡേറ്റയുടെ മീഡിയൻ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മീഡിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നോക്കിക്കോളൂ, അതുകൂടെ നോക്കാം. നോക്കിക്കോളൂ, 2 എഴുതിയിട്ട് മീഡിയൻ
മീഡിയൻ ഓഫ് ഗ്രൂപ്പ്ഡ് ഡേറ്റ. ഗ്രൂപ്പ്ഡ് ഡേറ്റ നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ അല്ലേ ചെയ്തത് അല്ലേ? അപ്പൊ അതിനെ നമ്മൾ ഇതിനെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതിന് നമ്മൾ നേരത്തെ കഴിഞ്ഞ രീതിയിൽ വരച്ച പോലെ നമ്മളൊരു ടേബിൾ കൺസിഡർ ചെയ്യണം. ആ ടേബിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നോക്കിക്കോളൂ, ഇങ്ങനെ ഈ ടേബിൾ വരയ്ക്കണം. 1 2 3 4 5 6 ഇത് xi, ഇത് fi, ഇത് 3 8 10 12 16 18, ഇവിടെ 2 3 4 5 6 7. ഓക്കെ, ഇതിന്റെ മീഡിയം കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചാൽ നമ്മൾ ഇതിനെ തന്നെ ഇങ്ങനെ ഇടും. ഇങ്ങനെ ഒരു ടേബിൾ ആക്കും. ഇങ്ങനെ ടേബിൾ ആക്കിയിട്ട് 3 വരാം. നോക്കിയേ, 1 2 3 ടേബിൾ ആക്കി. ഓക്കെ, എന്നിട്ട് xi fi പുതിയൊരു ടേബിളും കൂടെ നമ്മൾ വരയ്ക്കുന്നു. അതായത് ഇത് xi ആണ്, ഇത് fi ആണ്, ഇതൊരു പുതിയ ടേബിൾ എന്ന് പറയുമ്പോൾ അക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിയേ, ഇത് 3 8 10 12 16 18 ആണ്. fi എന്ന് പറയുമ്പോൾ 2 3 4 5 6 7. ഓക്കെ, ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നത് അറിയോ? നോക്കിയോ, ഈ 2 തന്നെ നേരെ ഇവിടെ എഴുതും. എന്നിട്ട് ഈ 2ന്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി കൂട്ടി ഇവിടെ എഴുതും. അതായത് 2 + 3 5. 5ന്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി കൂട്ടി 5 + 4 9. 9ന്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി കൂട്ടിയിട്ട് 13. 13ന്റെ അടുത്ത ഫ്രീക്വൻസി കൂട്ടി 19. 19ന്റെ അടുത്ത ഫ്രീക്വൻസി കൂട്ടി 26. 13 9 4 14 14 6 20 ആണ് ഇവിടെ. ഇത് 14 ആണ്, ഇത് 14, ഇത് 20, ഇത് 27. പതിനാല് 20 27. ഓക്കെ, ഇതിനകത്ത് മീഡിയൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? മൊത്തം എത്ര വാല്യൂസ് ഉണ്ട്? ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ടോട്ടലാണ് 27. ശരിയല്ലേ? ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. മൊത്തം 27 വാല്യൂ ഉണ്ട്. 27 വാല്യൂയിൽ അതിന്റെ പകുതി വാല്യൂ എത്രാമത്തെ വാല്യൂ? 27ന്റെ പകുതി വാല്യൂ എത്രാമത്തെ? 27ന്റെ പകുതി ഏകദേശം 13.5. 13.5 എവിടാ വരുന്നത്? 9 തൊട്ട് 14 വരെയുള്ള ഇതെല്ലാം എവിടാ വരുന്നത്? ഈ xi 12 ഈ ഭാഗത്താ വരുന്നത്, അല്ലയോ? ഇവിടുത്തെ മീഡിയൻ എന്ന് പറഞ്ഞാൽ 14 എടുത്താൽ ഇവിടെ നോക്കിയേ, ഇവിടെ എപ്പോഴും ആലോചിച്ചോണം, ഇത് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാധനത്തിന് നിങ്ങൾ ക്യാപിറ്റൽ N ആയിട്ട് എടുക്കുക. ക്യാപിറ്റൽ N എന്താ? ഇവിടെ എന്താ? 27. എന്നിട്ട് നിങ്ങൾ n/2 എടുക്കുക. n/2th ടേം ആയിരിക്കും അതിന്റെ മീഡിയൻ. n/2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 27/2 എത്ര കിട്ടും? 13.5. 13.5 എവിടെയാ ഏകദേശം പെടുന്നത്? ഈ 14ന്റെ അടുത്തല്ലേ? അപ്പൊ 14ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള x വാല്യൂ ആയിരിക്കും അതിന്റെ. ഓക്കെ, അപ്പൊ ഇവിടെ മീഡിയൻ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? മീഡിയൻ എന്ന് പറയുമ്പോഴത്തേക്കും 12 ആയിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം.
ഇതൊന്ന് കണ്ടുപിടിച്ചേ എങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കണ്ടുപിടിച്ചേ. ഇത് xi, ഇത് fi, ഇത് 1, ഇത് 8, ഇത് 2, 10, ഇത് 3, 11, ഇത് 4, 16, ഇത് 5, 20, ഇത് 6, 25, ഇത് 7, 15, ഇത് 8, 9, ഇത് 9, 6. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ഇങ്ങനൊരു ടേബിൾ വരയ്ക്കണം അല്ലേ? ഓക്കെ, അങ്ങനെ ടേബിൾ വരയ്ക്കുന്നു. അതിനെ വീണ്ടും 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 1, 2, 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോളം എന്തിനെടുക്കുന്നു? ഒരു കോളം xi-ക്ക് എടുക്കുന്നു, ഒരു കോളം fi-ക്ക് എടുക്കുന്നു, ഒരു കോളം എന്താ cf-ന് എടുക്കുന്നു അല്ലേ? ശരിയല്ലേ? cf. ഇനി അതേപോലെ 9 കോളം അല്ലേ? ശരിയല്ലേ? 9 നമ്പേഴ്സ് ഉണ്ട്. 1, അത് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചുമ്മാ എഴുതിയാലും മതി. ഞാൻ ചുമ്മാ വരയ്ക്കുന്നതേ ഉള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9. ശരിയല്ലേ? അപ്പൊ നോക്കിയോ, ഇവിടെ നോക്കിയോ, ഇവിടെ 1, ഇവിടെ 1, ഇത് 2, വരച്ചോ. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ വരുന്ന സമയത്ത് 8, 10, 11, 16, 20, 25, 15, 9, 6. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി 8ഉം ഇവിടെ 8 എന്നങ്ങ് എഴുതാം അല്ലേ? 8ഉം 10ഉം കൂടെ കൂട്ടി 18 ഇവിടെ, 18ഉം 10, 28, 29 ഇവിടെ, 29ഉം 16ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 45, 45, 20 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 65, 65, 25 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 70, 80, 90, 90ഉം 15ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 105, 105, 9 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 114, 114, 6 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 120. ഇവിടെ ഇപ്പൊ n എത്ര കിട്ടി? n എത്ര കിട്ടി? 120. അപ്പൊ n/2 നിങ്ങൾക്ക് എത്ര കിട്ടും? 120/2 എത്ര കിട്ടും? 60 കിട്ടും. 120/2 60 കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? 60 ഏത് റേഞ്ചിലാണ് വിടുന്നത്? 45ന്റെയും 65ന്റെയും ഇടയ്ക്കല്ലേ വരുന്നത്. അപ്പം ആ 65ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതേണ്ട ഈ വാല്യൂ ആയിരിക്കും. കണ്ടോ, 65ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഏതാ? 5. അപ്പൊ ഇവിടുത്തെ മീഡിയൻ ഏതായിരിക്കും? മീഡിയൻ 5 ആയിരിക്കും. ഈ അൺഗ്രൂപ്പ്ഡ് ഡേറ്റയും ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസിയുടെ ഇതും എളുപ്പമാണ്. പക്ഷെ അടുത്തത് ക്ലാസ് ഇന്റർവൽ വെച്ചൊന്നും വരുന്നുണ്ട്, അത് ഇച്ചിരി പാട്. ഓക്കെ ആണല്ലോ? മൂന്നൊന്ന് നമ്പർ ഇട്ടോ. ഇത് ഓക്കെ ആണോ ആരോൺ? ഓക്കെ.